കടുത്ത ഒഴുക്കിന് നടുവിലും ആതിരപ്പള്ളിയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു കുടിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനു പിന്നിൽ അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു ചരിത്രമുണ്ട്. 1859 ഇന്ത്യ രാജ്യത്തേക്ക് നിയമിതനായ ബ്രിട്ടീഷ് സൈനിക ഓഫീസർ വില്യം കോർബി തന്റെ വിവാഹം കഴിഞ്ഞ ഉടനെയാണ് ഇന്ത്യയിൽ നിയമിതനായത്. അദ്ദേഹം ഭാര്യയുമായാണ് ഇന്ത്യയിൽ എത്തിയത്. പ്രകൃതി ഭംഗി ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം ആതിരപ്പള്ളിയുടെ വശ്യമനോഹാരിതയിൽ അതിവേഗം ആകൃഷ്ടനായി. ആ വെള്ളത്തിന് നടുവിൽ സാഹസികതയും പ്രകൃതി ഭംഗിയും സമന്വയിപ്പിച്ച് ഒരു രാത്രി ഭാര്യ സെലിഷ്യയോടൊപ്പം താമസിക്കാൻ ഒരു കുടിൽ നിർമ്മിക്കാൻ പട്ടാളക്കാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ പലതവണ ശ്രമിച്ചിട്ടും അവയ്ക്കൊന്നും ആ ഒഴുക്കിന്റെ ശക്തി അതിജീവിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് മലബാർ ഭാഗത്തു നിന്നും കുഞ്ഞോൻ തച്ചൻ എന്ന പരമ്പരാഗത ആശാരി കുടുംബത്തിൽപ്പെട്ടയാളെ വരുത്തുന്നത്. കുഞ്ഞോൻ തച്ചൻ തന്റെ ശിഷ്യൻ ചെമ്പനുമൊത്ത് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം ആദ്യമായി ചെയ്തത് ഒരു വലിയ പാറ തിരഞ്ഞെടുത്തു. ഒഴുക്കിന് അഭിമുഖമായി വരുന്ന ഭാഗം